അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ കുവപ്പൊടി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് വീട്ടിൽ തന്നെയുള്ള കൂവയാണ്. അപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ തള്ളക്കൂവ മാത്രമാണ് പൊടി ഉണ്ടാവുള്ളൂ കേട്ടോ. അതിൻ്റെ ചെറുതൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് മണ്ണിൽ കുഴിച്ചിടുക ചെയ്യുക. മണ്ണിട്ടിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ടാലും മതി. ഇങ്ങനെ കുഴി കുത്തി കുഴിച്ചിടണമെന്നൊന്നുമില്ല, അത് പറമ്പിലേക്ക് ഇട്ടിട്ട് മണ്ണിട്ടാലും മതി. അപ്പോൾ പിന്നെ അടുത്ത വർഷത്തേക്ക് ഉണ്ടായിക്കോളും. അപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ കൂവ നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ മേലെ ഒരുപാട് വേരുകളും ചളിയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കളഞ്ഞ് ചെത്തി കളയണം. വേരൊക്കെ പൂക്കി തൊലിയൊക്കെ നമ്മൾ ചെത്തി കളഞ്ഞതിൻ്റെ ശേഷം 2 ദിവസം നമ്മളിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. എന്നാലും പെട്ടെന്ന് നമുക്ക് അരിക്കാനും പെട്ടെന്ന് നല്ലോണം പൊടിയൊക്കെ കിട്ടാൻ വേണ്ടി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കൂവ തന്നെ ഒരു തണുപ്പാണ്. ആ തണുപ്പ് കൊണ്ടാണ് നമുക്ക് ഈ വയറുവേദന, മൂത്രപ്പഴുപ്പ്, മൂത്രക്കടച്ചിലും ഒക്കെ മാറാൻ ഈ കൂവ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിട്ട ശേഷം മാത്രമേ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ മിക്സിയിൽ അടിക്കുക. ചെറുതായി അരിഞ്ഞെടുത്താൽ മാത്രമേ മിക്സിയിൽ അടിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മിക്സി കേടായി പോവും. പണ്ടൊക്കെ ഇങ്ങനെ ഒരതിയിട്ടായിരുന്നു കൂവ ഉണ്ടാക്കാറുള്ളത്. അപ്പം നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ പാകത്തിന് മിക്സിയിൽ ഇടുക. മിക്സിൻ്റെ വലിയ ജാറിൽ തന്നെ ഇടുക കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാൻ വലിയ ജാറിലല്ല കേട്ടോ ഇട്ടത്, അതിൻ്റെ മീഡിയം സൈസിലുള്ള ജാറിലാണ് ഇട്ടത്. കാരണം ഒരു സ്മെല്ലുണ്ടാവും ഇതിന്. 3-4 ദിവസത്തോളം നമ്മളെ അകത്തൊക്കെ നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ മിക്സിയുടെ ജാറിന്ന് പോകാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഡെയിലി ഉപയോഗിക്കണം, അരി കരയ്ക്ക ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ അതിൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇതിൽ നല്ലോണം പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് എടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. ഇതൊക്കെ ഓരോരോ ട്രിപ്പായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കുറേ ട്രിപ്പിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലോണം ആക്കണം കേട്ടോ. നല്ലോണം ആക്കിയതിന് ശേഷം പച്ചവെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ 3-4 ട്രിപ്പ് ഒക്കെ അരച്ചെടുത്തപ്പോൾ ഒരു ഡവറ നിറയെ കിട്ടിട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് 2 ഡവറയോളം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 3-4 കിലോ കൂവയാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇപ്പം കണ്ട കൂവ മാത്രമല്ല കേട്ടോ, കുറച്ചും കൂടെ ഉണ്ട്. ഞാൻ നന്നാക്കി വെച്ച് അരിഞ്ഞ് വെച്ചത് വേറെ ഉണ്ട്, അരിയുള്ളതും വേറെ ഉണ്ടായിരുന്നു. അപ്പം എല്ലാം പാടെ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഒരു 2 വലിയ ഡവറ നിറയെ എനിക്ക് അരച്ചെടുത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെയും ബാക്കിയായിരുന്നു. അപ്പം എല്ലാതും അരച്ചതിൻ്റെ ശേഷം ഞാൻ ഒരു ഡവറ അരച്ച് ഫുള്ളായതിൻ്റെ ശേഷം ഞാൻ അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഈ 2 തരത്തിൽ നമുക്ക് അരിച്ചെടുക്കാം. പക്ഷേ ഈസി ആയിട്ട് അരിച്ചെടുക്കുന്നതായിരിക്കും നമുക്ക് ഒന്നും കൂടെ ബെറ്റർ ആവുക. ഇങ്ങനെ അരിച്ചെടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മളൊരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടെ പൊടി കിട്ടും കേട്ടോ. ഇതാവുമ്പോൾ നമ്മൾ 2 വട്ടം അരിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ അരിക്കാൻ വിചാരിച്ചത്. സാധാരണ ഞാൻ തുണി വെച്ചിട്ടാണ് അരിക്കാറുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഒരു വലിയൊരു അരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ വെച്ചിട്ട് ഒരുപാട് ടൈം ഇങ്ങനെ ആക്കണം. ഇത് ഫുള്ളായിട്ട് നമുക്കിതൊന്നും കിട്ടൂല. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ അതിലുണ്ടാവും. തുണി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു. ഞാൻ 2 പോലെ അരിച്ചെടുക്കുന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ടൈമും എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അരിക്കുമ്പോൾ തുണി വെച്ചിട്ട് അരിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ അരിച്ചെടുക്കാം. പിന്നെ ഒരു തുണി വെച്ചിട്ട് വേണമെങ്കിൽ പിന്നെ അരിച്ചെടുക്കാം. അപ്പോൾ 2 പണിയാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ 2 പണിയെടുക്കേണ്ടി വരും. തുണി വെച്ചിട്ടാകുമ്പോൾ ഒറ്റ പണിയിൽ തന്നെ നമുക്ക് കാര്യം കഴിയും. ഇങ്ങനെ ആകുമ്പോൾ കണ്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചെടുത്ത് ഇങ്ങനെ അതൊക്കെ അവിടെ വരെ. പിന്നെ പിഴിയും വേണ്ട, നമ്മളെ കൈ കൊണ്ട് തന്നെ നല്ലോണം പിഴിഞ്ഞെടുക്കും വേണം. തുണി വെച്ചിട്ടാകുമ്പോൾ ആ പ്രശ്നമില്ല. അപ്പോൾ തുണി വെച്ചിട്ടുള്ള ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് കിട്ടുന്ന കൂവയും മറ്റേ പോലെ കിട്ടുന്ന കൂവയും കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് തുണി വെച്ചിട്ട് അരിച്ചെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ കിട്ടുക. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഒരു കലങ്ങിയ വെള്ളം പോലെയാണ് നമുക്ക് എല്ലാതും കഴിഞ്ഞിട്ട് കിട്ടുക കേട്ടോ. ഈ കലങ്ങിയ വെള്ളം നമ്മൾ ഇന്ന് രാത്രി നമ്മൾ അരച്ചെടുത്ത, പകലൊക്കെയോ രാത്രിയൊക്കെയാണ് നമ്മൾ അരയ്ക്കുന്നത് വെച്ചാൽ ഇങ്ങനെ വെള്ളം ഊറി വരണം, ഊറിയിട്ട് തെളിഞ്ഞ് വരണം. ഇപ്പോൾ ഈ കലക്ക് വെള്ളം ഉണ്ടല്ലോ, ഇപ്പോൾ തന്നെ ഊറി വരുന്നതുണ്ടോ കുറച്ചൊക്കെ. അപ്പോൾ ഈ കലങ്ങിയ ഈ കൂവവെള്ളം നല്ല തെളിഞ്ഞ കൂവവെള്ളമാവും. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കൂവ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇത് കണ്ടപ്പോൾ ഞാൻ അരച്ചതിൻ്റെ പിഴിഞ്ഞെടുത്തതിൻ്റെ ചണ്ടിയാണ്. അതിൽ ഇനിയും ഉണ്ട് പിഴിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2ാമതൊരു പണിയാവും. നമ്മൾ പിന്നെയും ഒരു തുണി വെച്ചിട്ട് അരിച്ചെടുക്കുമ്പോൾ കേട്ടോ.
അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഫുള്ള് ഞാൻ അരിച്ചെടുത്തതിൻ്റെ ശേഷം പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് അരയ്ക്കുകയാണ് കേട്ടോ. ആ ഒരു ഡവറയുള്ള ഫുള്ള് ഞാൻ വലിയൊരു ഡവറയിലേക്ക് അരിച്ചെടുത്തത്. അവന് രണ്ടാമത്തതും അങ്ങനെ അരച്ചെടുത്തിട്ട് വേണം നല്ലോണം അരിച്ചെടുക്കാൻ. അപ്പോൾ നമ്മളെ നല്ലോണം ചെറുതാക്കിയാൽ നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് കഷ്ടപ്പാടുള്ള ജോലിയാണ് കൂവ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ കൂവ നല്ലതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാളും നല്ലത് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ ഉണ്ടാക്കുന്നതാണ്. കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അതിൽ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സാക്കിയിട്ട് ഫേക്ക് കൂവപ്പൊടിയായിരിക്കും നമുക്ക് കിട്ടുക. വീട്ടിൽ നിന്നാകുമ്പോൾ പ്യുവർ കൂവ മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കൂവപ്പൊടി അരിപ്പൊടിയും കൂടെ മിക്സാക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾക്ക് പറ്റുന്നവരൊക്കെ അങ്ങനെ ചെയ്യാൻ നോക്കുക. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ 1500 അതിൽ മേലെയൊക്കെ വില ഉണ്ട് കിലോന്. അപ്പോൾ വെറുതെ നമ്മൾ അരിപ്പൊടിയും കൂടെ എന്തിനാണ് വെറുതെ അത്ര രൂപ കൊടുത്ത് വാങ്ങണത്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണവരായാലും ചിലരും അങ്ങനെ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്നവരുണ്ട്. എല്ലാവരും അങ്ങനെയല്ല കേട്ടോ, ചിലരൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ അതായിരിക്കും നന്നാവുക. നമ്മളുള്ള സ്ഥലത്ത് നമുക്ക് വീട്ടിലൊക്കെ സ്ഥലമൊക്കെ ഉള്ളവരൊക്കെയാണെങ്കിൽ പറമ്പിൽ അങ്ങനെ ഇട്ട് വെച്ചാൽ മതി. പിന്നെ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഉണ്ടായിക്കോളും. നല്ല വലിയ തെള്ളക്കുവ നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല പൊടി ഉണ്ടാവും. മറ്റേ ചെറുതിലൊന്നും അധികം പൊടി ഉണ്ടാവില്ല. അപ്പം നമ്മൾ കുറേ കഷ്ടപ്പെടണ്ടല്ലോ. തള്ളക്കുവ മാത്രമാകുമ്പോൾ നമുക്ക് നല്ലോണം പൊടി ഉണ്ടാവും. പിന്നെ ആ കുവ പൊട്ടിക്കുമ്പോൾ തന്നെ നല്ല നീല കളറായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതിന് നല്ലോണം കിട്ടും വലിയ തള്ളക്കുവയാകുമ്പം. 2 തരത്തിലുള്ള കൂവയുണ്ട്, മഞ്ഞക്കൂവയുണ്ട്, വെള്ളക്കൂവയുണ്ട്. ഞാൻ വെള്ളക്കൂവയോടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ രണ്ടാമത് ഞങ്ങളോട് പറഞ്ഞില്ലേ എളുപ്പത്തിനുള്ള കുവ ഉണ്ടാക്കുന്നത്. ഈ തോർത്ത് നമ്മൾ വിരിക്കുക. തോർത്ത് വിരിച്ചതിൻ്റെ ശേഷം തോർത്തിൻ്റെ ആ സൈഡൊന്ന് കെട്ടി കൊടുക്കുക. കാരണം ഈ കുവ നമ്മൾ ഒഴിക്കുമ്പോൾ അത് താഴ്ന്ന് ഇങ്ങോട്ട് വീണ് ഒന്നായിട്ട് പോവാതിരിക്കാൻ ഒരു ഡവറേൻ്റെ അരികൊന്ന് ഒരു കയറുകൊണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കെട്ടി നമ്മൾ ഒരു ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കാതെ കുറച്ചൊന്ന് ഒരു ലൂസിലും പാടെ അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡവറയിൽ ആ തോർത്ത് വെള്ളം മുട്ടണ രീതിയിൽ വേണം നമ്മൾ ഡവറയിൽ വെള്ളം എടുക്കാൻ. തോർത്ത് കുറച്ചും കൂടെ താഴ്ത്തി വെക്കണം. വലിയ തോർത്താണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ തോർത്തൊന്ന് വെള്ളത്തിലേക്കൊന്ന് മുക്കി വെക്കാൻ പാകത്തിന് തോർത്തും താഴ്ന്നു നിൽക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ കെട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമാണ്. നമ്മൾ 2 കൈ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ തോർത്ത് ഇങ്ങനെ താഴോട്ട് വീഴണം ഇങ്ങനെ എപ്പോഴും റെഡിയാക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ലോണം വെള്ളത്തിലേക്ക് മുട്ടിച്ച് കൊടുത്തിട്ട് ഞാനിപ്പോൾ രണ്ടാമത്തെ പണിയാണിത് എടുക്കുന്നത്. ആദ്യം തന്നെ അരച്ചെടുത്തത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇതാക്കുകയാണെങ്കിൽ ആ പൊടി മുഴുവനും അതിലേക്ക് വീഴും. പിന്നെ ചണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ അങ്ങനെ ചെയ്യാൻ തോന്നിയിട്ട് അരിപ്പയിൽ അരിച്ചതാണ്. ഇപ്പോൾ ഞാൻ രണ്ടാമത് അരിക്കാൻ തുടങ്ങി. അരിപ്പയിൽ അരിക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ ചണ്ടിയൊക്കെ അരിപ്പയിലും താഴേക്ക് വീഴും. ഈ തോർത്തിലാകുമ്പോൾ ചെറിയ കള്ളിയല്ലേ, അപ്പോൾ അധികം ചണ്ടിയൊന്നും വീഴൂല. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ അങ്ങനെ അരിച്ചെടുത്തുമ്പോൾ 2 പണിയായി, എക്സ്ട്രാ പണിയായി കേട്ടോ. സാധാരണ ഞാൻ ഈ തുണിയിൽ തന്നെയാണ് ചെയ്യാറ്. ഈ പ്രാവശ്യം വെറുതെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ പിന്നെ റെഡി ആവണ വരെ ആക്കിക്കൊണ്ടിരിക്കണം. ആ വെള്ളം അതിൽ കുറയണ വരെ ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഇതിന്ന് അധികം പൊടി നമുക്ക് കിട്ടില്ല, കുറച്ചേ കിട്ടുള്ളൂ അങ്ങനെ ചെയ്താൽ. അപ്പോൾ ഞാൻ ആ പൊടി കിട്ടിയതും ഒക്കെ പാടൊന്നും ഇതിലേക്ക് അരിച്ചെടുക്കുകയാണ്. നമ്മൾ നേരിട്ട് മിക്സിയിൽ നിന്ന് അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് ആ ചണ്ടി മാത്രമേ കിട്ടുള്ളൂ. എന്നിട്ട് ആ ചണ്ടി ഒന്നായിട്ട് തോർത്തെടുത്തിട്ട് നല്ലോണം തോർത്തും പിഴിയുക. വെള്ളത്തിലേക്ക് ഇങ്ങനെ തോർത്തും ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളവും കൂടെ ആക്കിയിട്ട് നമ്മളിങ്ങനെ ബാക്കിയുള്ളതും കൂടെ എടുത്ത് അങ്ങനെ നമ്മളെ വെയിറ്റ് കുറച്ചെടുക്കുക തോർത്തിൻ്റെ. അപ്പോൾ പിന്നെ ചണ്ടി മാത്രമാകുമ്പോൾ അധികം വെയിറ്റ് ഉണ്ടാവില്ല. അത് ഇങ്ങനെ ഒന്ന് കിഴി പോലെ കെട്ടിയിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ ആക്കി കുവ എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ കുവയും നമ്മളങ്ങനെ ചെയ്യണം. ഉണ്ടോ, നല്ല വെള്ള കളറിൽ വരുന്നതുണ്ടോ. കുറച്ച് പണിയുള്ളതാണ് കേട്ടോ. റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്നവർക്ക് എടുക്കാൻ പറ്റിയ പണിയാണ്. പിന്നെ എന്ന് വെച്ചാൽ ഈ ഒരു കൂവപ്പൊടി കൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. വേനൽക്കാലത്താണെങ്കിൽ നമുക്ക് കൂവപ്പൊടി ആവശ്യമാണ് നമ്മളെ വീട്ടിൽ. കാരണം നമുക്ക് മൂത്രപ്പഴുപ്പ്, മൂത്രച്ചൂട്, അങ്ങനത്തെ ഇപ്പോൾ നാവിവേദന അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കൂവപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഒരുപാട് കൂവപ്പൊടി എന്ന് വേണ്ട, ഒരു സ്പൂണ് കൂവപ്പൊടി ഇട്ടാൽ മതി. എന്നിട്ട് നല്ലോണം ഇളക്കി വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. മൂത്രപ്പഴുപ്പും ഇതൊക്കെ മാറാനും നാവിവേദന ഒക്കെ മാറാൻ നമ്മൾക്ക്
നല്ല ഉപകാരമാണ്. ഇപ്പോൾ ഇത് കണ്ടോ, ഞാൻ ആ അരച്ചെടുത്തത് നേരിട്ട് അങ്ങനെ പിഴുകിയാണെങ്കിൽ നമുക്കിങ്ങനെ ചണ്ടി മാത്രമായിട്ടാണ് കിട്ടുക കേട്ടോ. അപ്പോൾ അങ്ങനെയായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് ഞാൻ പറയണത്. ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ എന്താ അരിപ്പയിൽ അരച്ചതിൻ്റെ ശേഷം പിന്നെ തോർത്തിലാക്കാം. ഇതിപ്പോൾ അരിപ്പയിൽ അരച്ചതിൻ്റെ ഇത് ഞാൻ വെള്ളം കൂട്ടി വീണ്ടും ഈ തോർത്തിലിട്ട് പിഴിയാണ് ചെയ്യണത് കേട്ടോ. അപ്പം കണ്ടില്ല, മുഴുവനായിട്ട് കിട്ടിയില്ല അരിപ്പയിൽ അരിക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ചണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും കൂടെ ഇങ്ങനെ ആ ഡവറയിൽ വെള്ളം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ വെള്ളമൊഴിച്ച് നമ്മളിങ്ങനെ ആക്കി കൊടുക്കണം. കുറച്ച് ഒരുപാട് നേരത്തെ പണി. പിന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, എല്ലാവർക്കും ചിലപ്പോൾ പറ്റും എന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം ഒരു തലവേദന ഉണ്ടാക്കുന്നൊരു സ്മെല്ലാണിതിന്. ഇപ്പം നമ്മൾ ഈ കൂവപ്പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരും അതിൻ്റെ അപ്പുറത്തെ വീട്ടുകാരൊക്കെ അറിയും. കാരണം അത്രയും സ്മെല്ല് എല്ലായിടത്തേക്കും പരന്ന് പോകും. അതുകൊണ്ട് എവിടെ കൂവപ്പൊടി ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ ആ കൂവപ്പൊടിൻ്റെ ഒരു സ്മെല്ല് പോകണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ ഈ വെള്ളം ഇന്ന് ഞാൻ ഉച്ചയ്ക്കാണ് ഉണ്ടാക്കിയത് വെച്ചാൽ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് കുറച്ച് തെളിഞ്ഞ് വരുമ്പോൾ ആ തെളിഞ്ഞ വെള്ളം മാത്രം ഒഴിവാക്കിയിട്ട് ബാക്കി കൂവ ഇങ്ങനെ താഴ്ന്ന് കിടക്കുന്ന കൂവ ഉണ്ടാവും, അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക. കണ്ടോ, ഇതിങ്ങനെ കൂവ അടിഞ്ഞതാണ്. അപ്പോൾ അതിലേക്ക് വീണ്ടും നമ്മൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെയും വെക്കും. അങ്ങനെ 2 ദിവസം നമ്മൾ ഈ കൂവ വെള്ളം തെളിയണ വരെ, നല്ല പ്യുവർ വാട്ടർ കാണുന്ന വരെ നമ്മൾ ഇതിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ദിവസം നമ്മൾ വെള്ളം മാറ്റി വെച്ച് കൊടുക്കുമ്പോൾ നല്ലോണം അത് സെറ്റായിട്ടുണ്ടാവും അവിടെ. ഇതിപ്പോൾ ഉണ്ടോ, ഞാൻ വെള്ളം ഇങ്ങനെ മാറ്റി വലിയ പാത്രത്തിൽ നിന്ന് ഒരുപാട് വെള്ളം ഒഴിവാക്കി കൂവ മാത്രമാകുമ്പോൾ പിന്നെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും. അങ്ങനെ വെള്ളമൊക്കെ പോക്കി ഇപ്പോൾ അത് 2 പാത്രത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് ഇങ്ങനെ സെറ്റായി നിൽക്കുകയാണ്. അപ്പോൾ ഈ സെറ്റ് നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു പോകും. അപ്പോൾ ഈ സെറ്റായത് നമ്മൾ ഒരു സ്പൂണ് വെച്ചിട്ട് ഒന്ന് ഇളക്കി മറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം കുത്തി പൊടിയാക്കി എടുക്കണം. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിയാക്കി എടുക്കണേ. ഇത് ഞാനിങ്ങനെ സെറ്റായതിൻ്റെ ശേഷം അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. എത്ര സെറ്റായി കഴിഞ്ഞാലും അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഉണ്ടാവും. അതിങ്ങനെ തന്നെ പാത്രം വെച്ചിട്ട് വെയിലത്തൊരു ദിവസം വെച്ച്, അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയതിൻ്റെ ശേഷമാണ് ഇപ്പം ഇങ്ങനെ സെറ്റായി കിട്ടിയത് കേട്ടോ. അതിൻ്റെ ശേഷമാണ് നമ്മളിതൊക്കെ ഇങ്ങനെ നല്ലോണം ആക്കേണ്ടത്. നമ്മൾ ഐസ്ക്രീം പോലെ വന്നിട്ടുണ്ട് കാണാൻ. ഉണ്ടാവുന്ന അങ്ങനെ ഒരു വെള്ളമൊക്കെ ഉള്ള ഒരു മയത്തിലാണ്. ഈ വെള്ളമല്ല, ഈ തൊടുമ്പോൾ ഉണ്ടോ നമ്മളെ കൈമേൽ ഇങ്ങനെ ഒട്ടണ പോലെ തോന്നും. അതൊന്നും ഇല്ലാതെ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് കിട്ടും. ഇങ്ങനെ അമർത്തുമ്പോൾ തന്നെ പൊടിഞ്ഞു വരും. ഇത് വേണ്ട, ഞാൻ ഫുള്ളൊരു സ്പൂണ് വെച്ചിട്ട് കുത്തി ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയെടുത്തത് നമ്മൾ തുണിയിലോ അല്ലെങ്കിൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ ആ പാത്രത്തിലോ നമ്മൾ ഉണക്കാനിടണം. നല്ല വെയിലുള്ള സ്ഥലത്ത് ഒരു 3-4 ദിവസം ഉണക്കിക്കോളൂ. കാരണം അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ കേടായി പോവും. അപ്പം ഞാൻ 4 ദിവസമൊക്കെ നല്ല വെയിലത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ 4 ദിവസം കൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ട് കുറച്ച് തെളിഞ്ഞ് വന്ന വെള്ളം കണ്ടില്ല, അങ്ങനെ തെളിഞ്ഞ് വരണ വെള്ളം കേട്ടോ. അപ്പോൾ എന്നാലേ മാത്രമേ, പിന്നെ ഫുള്ള് നമ്മൾ വെള്ളം ഒഴിച്ച് കളയുമ്പോൾ ഒരിത്തിരി വെള്ളം ഉണ്ടാവും. അത് ഇങ്ങനെ തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിവാക്കിയതിൻ്റെ ശേഷം വെയിലത്ത് വെച്ചാൽ കട്ടയായിട്ട് വരിക ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടെ സെറ്റാവാണ്ടായത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ വെള്ളം വേറെ ഒരു പാത്രത്തിൽ ആക്കിയതായിരുന്നു. ഇപ്പം ഉണ്ടോ, ഈ 2-3 പാത്രത്തിലാണ് എനിക്ക് കൂവപ്പൊടി കിട്ടിയത് കേട്ടോ. നല്ല വൈറ്റ് കളറായിട്ടുള്ള കൂവപ്പൊടിയാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മളിങ്ങനെ അമർത്തി നോക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും. ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്കൊരു എയർ ടൈറ്റുള്ള ഒരു പാത്രത്തിൽ ഒരു കുപ്പിയിലാക്കി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം. എന്തായാലും വെള്ളത്തിൽ ചേർക്കാനുള്ളതാണ്, പൊടിക്കണം എന്നൊന്നും നിർബന്ധമല്ല. ഞങ്ങൾ പൊടിക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ മിക്സിയിൽ പൊടിക്കുമ്പോൾ കുറേ പൊടി മിക്സീൻ്റെ ജാറിൽ തന്നെ പറ്റി നോക്കും. അപ്പോൾ കുറേ പൊടി നമുക്ക് വേസ്റ്റായി പോകും. അപ്പോൾ പിന്നെ പൊടിക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇത് ഉണക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഈ പ്ലേറ്റിൽ തന്നെ കുറേ പൊടി ഇങ്ങനെ ഒട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലേറ്റിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് കൂവവെള്ളം ഉണ്ടാക്കി. അപ്പോൾ ആ പ്ലേറ്റിലുള്ള കൂവപ്പൊടീൻ്റെ ഒട്ടി കിടക്കണമെന്ന് നമുക്ക് നഷ്ടപ്പെടില്ലല്ലോ. ആ കൂവപ്പൊടിയും കൂടെ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ആക്കി അങ്ങനെ ആക്കാം. ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബായ്.